ശബരിമല സ്വർണ്ണമോഷണത്തിന്റെ വിഹിതം ജില്ലയിലെ ചില CPM നേതാക്കളും കൈപ്പറ്റിയെന്ന് സൂചന. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മണ്ണടി സ്വദേശി സുധീഷ് കുമാർ അറസ്റ്റിലാകുന്നതിന് മുൻപ് ഒരാഴ്ചയോളം അടൂരിലെ CPM നേതാവിന്റെ നേതൃത്വത്തിൽ രാത്രികാലങ്ങളിൽ സുധീഷിന്റെ വീട്ടിൽ രഹസ്യ ചർച്ച നടന്നിരുന്നു. അന്വേഷണവും അറസ്റ്റും മുരാരി ബാബുവിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ CPM നേതാക്കൾക്ക് അപകടം മണത്തിരുന്നു. സുധീഷ് കുമാറിന് മോഷണത്തിൽ നിർണായക പങ്കുണ്ട് എന്ന നേരത്തെ വാർത്തയും വന്നിരുന്നു. ഇതിനിടെയാണ് രണ്ടാഴ്ചയോളം CPM നേതാക്കൾ രാത്രികാല രഹസ്യ ചർച്ച സുധീഷിന്റെ വീട്ടിൽ നടത്തിയത്. ഇയാൾ തട്ടിയെടുത്തതിന്റെ വിഹിതം മണ്ണടിയിൽ CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘത്തിനും കിട്ടിയെന്നാണ് വിവരം. നാടൻ പച്ചക്കറി വിപണനം നടത്തുന്നുവെന്ന് പറഞ്ഞ് രാത്രികാലങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നിറക്കി നാട്ടുകാർക്ക് നൽകി പറ്റിക്കുന്ന രീതി ഈ സംഘം തുടർന്നു പോകുന്നുവെന്നും ആക്ഷേപമുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി ലോറിയിൽ പുലർച്ചെ കൊണ്ടിറക്കുന്ന ദൃശ്യം ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകൻ പകർത്തിയിരുന്നു. ഇയാളെ പിടികൂടി ദൃശ്യം മായ്ച്ച ശേഷമാണ് സംഘം ജീവനക്കാരും CPM നേതാക്കൾ വിട്ടയച്ചത്. ഈ സഹകരണ സംഘത്തിലേക്ക് കൊള്ള മുതൽ എത്തിയെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. 2022 മെയ് മാസത്തിലാണ് സുധീഷ് സർവീസിൽ നിന്ന് വിരമിച്ചത്. അതിനുശേഷം CPMൽ സജീവമായിരുന്നു. നിലവിൽ മണ്ണടി സ്വദേശി ദേശകല്ലുമൂട് ബ്രാഞ്ച് അംഗവും കർഷക സംഘം മണ്ണടി മേഖലാ കമ്മിറ്റി അംഗവുമാണ്. CPM അടൂർ ഏരിയ കമ്മിറ്റി അംഗമായ സാജന്റെ ബന്ധു കൂടിയാണ്.